छात्रों, आप सबका स्वागत है। आज हम 12वीं कक्षा की तीसरी यूनिट का पहला 14 अध्याय अध्याय हाइकू कविता का अध्ययन करने जा रहे हैं। इसके पहले एक बात कहना चाहता हूं कि यदि आप यह चैनल अब तक सब्सक्राइब न करते तो कृपया सब्सक्राइब करें और बेल आइकन भी क्लिक करें। इससे आपको मैं वीडियो अपलोड करते समय इसका नोटिफिकेशन मिलेंगे। ओके, चलिए शुरू करें हमारी क्लास। हाइकू डॉक्टर भगवत शरण अग्रवाल द्वारा लिखित हाइकू कविता है। इसका प्रोक्ति या विधा क्या है? कविता है। हाइकू एक जापानी कविता रूप है। लेखक है डॉक्टर भगवत शरण अग्रवाल। देखिए पहले भगवत शरण अग्रवाल के बारे में। भगवत शरण अग्रवाल का जन्म 1930 को उत्तर प्रदेश के बरेली में हुआ। ഭഗവത ശരൺ അഗ്രവാൾ ജനിച്ചത് 1930 ഉത്തർപ്രദേശിലെ ബരേലിയിലാണ്. വേ ഗുജറാത്ത് വിശ്വവിദ്യാലയക്ക് നിദേശക് थे. അദ്ദേഹം ഗുജറാത്ത് സർവകലാശാലയുടെ डायरेक्टर ആയിരുന്നു. हिंदी काव्य जगत में हाइकू को एक अलग पहचान दिलाने में उनका काफ़ी योगदान रहा. ഹിന്ദി കാവ്യ ലോകത്ത് ഹൈക്കു കവിതയ്ക്ക് ഒരു വേറിട്ട അടയാളമായി കൊണ്ടുവരാൻ വളരെ വലിയ സംഭാവന നൽകിയ വ്യക്തിയാണ് ഭഗവത ശരൺ अग्रवाल. अपनी साहित्य सेवा के लिए वे अनेक संस्थाओं द्वारा पुरस्कृत एवं सम्मानित हैं. തൻ്റെ സാഹിത്യ സേവനത്തിന് വേണ്ടി അദ്ദേഹത്തെ ഒരുപാട് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ഒരുപാട് സ്ഥാപനങ്ങൾ അദ്ദേഹത്തിന് പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. ഇന്ദ്രധനുഷ് ഉൻകാ പ്രമുഖ ഹൈക്കു സംഗ്രഹ ഹെ. ഇന്ദ്രധനുഷ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രമുഖമായ ഒരു ഹൈക്കു സമാഹാരമാണ്. ഭഗവത ശരൺ അഗ്രവാൾ എഴുതിയ ഇന്ദ്രധനുഷ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരമാണ്. ओके, देखिए क्या है हाइकू. हाइकू मूल रूप से जापानी कविता रूप है. ഹൈക്കു എന്ന് പറയുന്നത് ഒരു ജാപ്പാനി കവിതാരൂപ് ഹെ. ജാപ്പാനി കവിതാരൂപ്, ജപ്പാനിൽ ഉടലെടുത്ത ഒരു കവിതാരൂപമാണ് ഹൈക്കു. हाइकू का जन्म जापानी संस्कृति की परंपरा, जापानी जनमानस और सौंदर्य चेतना में हुआ और वहीं पला. ഹൈക്കു എന്ന് പറയുന്ന കവിത ജനിച്ചത് ജാപ്പാനി സംസ്കൃതിക്ക് പരമ്പര, ജപ്പാനിലെ സംസ്കാരത്തിൻ്റെ പാരമ്പര്യവും ജാപ്പാനി ജനമാനസ്, ജപ്പാനിലെ ജനങ്ങളുടെ മനസ്സും സൗന്ദര്യ ചേതനയും ഒക്കെ അതിനകത്തൊക്കെ ഉടലെടുത്ത ഒരു കവിതാരൂപമാണ് ഹൈക്കു. അതായത് ജപ്പാനിലെ സംസ്കാരവും അവിടുത്തെ ജനങ്ങളുടെ മനസ്സിലും സൗന്ദര്യചേതനയിലുമൊക്കെ ഉടലെടുത്ത ഒരു കവിതാരൂപമാണ് ഹൈക്കു. വഹീം പല, അവിടെ തന്നെയാണ് വളർന്നതും. ഇപ്പോൾ എക്സാമ്പിൾ, നമ്മളിപ്പോൾ കേരളത്തിനൊരു സംസ്കാരമുണ്ട്. കൃഷി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ കൃഷി ആയാസരഹിതമാക്കാനായിട്ട് നമ്മൾ കൃഷിപ്പാട്ടുകൾ, നാടൻ പാട്ടുകളൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ നമ്മളുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തതാണ്. നമ്മളുടെ സംസ്കാരവും നമ്മളുടെ ജനങ്ങളുടെ മനസ്സും ആ കൃഷിയുടെ സൗന്ദര്യവും ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഉടലെടുത്തതാണ് ഈ നാടൻ പാട്ടുകൾ. അതുപോലെ ജപ്പാനിലെ സംസ്കാരവും അവിടുത്തെ ജനങ്ങളുടെ മനസ്സിനെയും അവിടുത്തെ സൗന്ദര്യവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഉടലെടുത്ത ഒരു കവിതാരൂപമാണ് ഹൈക്കു. അത് അവിടെ തന്നെയാണ് വളർന്നത്. ആജ് ഹൈക്കു ജാപ്പാനി സാഹിത്യ की सीमाओं को लांघ कर വിശ്വ സാഹിത്യ की നിധി ബൻ ചുകാ ഹെ. ഇന്ന് ഹൈക്കു ജാപ്പാനി സാഹിത്യ की सीमाओं को लांघ कर, ജപ്പാൻ സാഹിത്യത്തിൻ്റെ അതിർവരമ്പുകൾ കടന്ന് വിശ്വ സാഹിത്യ की നിധി ബൻ ചുകാ ഹെ, ലോക സാഹിത്യത്തിൻ്റെ ഒരു നിധിയായി മാറിയിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഇതാണ്: ജപ്പാനിൽ മാത്രം ഉടലെടുത്ത, അവിടെ മാത്രം പ്രചാരത്തിലിരുന്ന ഒരു കവിതാരൂപമാണ് ഹൈക്കു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ആ അതിർവരമ്പുകളൊക്കെ കടന്ന് ലോക സാഹിത്യത്തിൽ ഹൈക്കു എന്ന് പറയുന്ന ആ കവിതാരൂപത്തിന് വലിയ സ്ഥാനമുണ്ടായിരിക്കുന്നു. എന്ന് വെച്ചാൽ ജപ്പാനിൽ മാത്രമല്ല, ലോകത്തിലെ എല്ലായിടത്തും ഹൈക്കു എന്ന ഈ രൂപത്തിൽ, ഹൈക്കു കവിതാരൂപത്തിൽ കവിതകൾ രചിക്കപ്പെടുന്നുണ്ട്.
ഹൈക്കു കവിത 3 पंक्तियों में लिखी जाती है. ഹൈക്കു കവിത 3 വരികളിലായിട്ടാണ് എഴുതപ്പെടുന്നത്. ഹിന്ദി ഹൈക്കൂമേ, ഹിന്ദി ഹൈക്കൂയിൽ പഹലി പങ്ക്തിമേ ആദ്യത്തെ വരികളിൽ 5 അഞ്ചും, ദൂസരിമേ രണ്ടാമത്തെ വരികളിൽ 7 ഏഴും, और तीसरी പങ്ക്തിമേ മൂന്നാമത്തെ വരിയിൽ 5 അക്ഷർ കെ ക്രമസേ വീണ്ടും 5 അക്ഷരങ്ങളുടെ ക്രമത്തിൽ കുൽ 17 അക്ഷർ ഹോത്തെ ഹെ, മൊത്തം 17 അക്ഷരങ്ങളുണ്ട്. അതായത് ഹിന്ദിയിൽ എഴുതുന്ന ഹൈക്കു കവിതയ്ക്ക് ആദ്യത്തെ വരിയിൽ 5 അക്ഷരവും, രണ്ടാമത്തെ വരിയിൽ 7 അക്ഷരവും, മൂന്നാമത്തെ വരിയിൽ 5 അക്ഷരവും, മൊത്തം 17 അക്ഷരങ്ങൾ ചേർന്നതാണ് ഹിന്ദി ഹൈക്കു. അപ്പം ഹൈക്കു എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. കുച്ച് മലയാളം ഹൈക്കു ദേക്കി. മലയാളത്തിൽ 3 വരി എന്നല്ല, ഇവിടെ വരികളുടെ നിബന്ധന ഇല്ലാതെ എഴുതിയ കുറച്ച് മലയാളം ഹൈക്കു കവിതകളാണ്. അനാഥൻ, നാസർ എഴുതിയ അനാഥൻ. അച്ഛൻ മരിച്ചപ്പോൾ നാഥനായി, അമ്മ മരിച്ചപ്പോൾ അനാഥനായി. ഇത്രയേ ഉള്ളൂ. അതായത് വളരെ ചെറുതാണ്, എന്നാൽ ആശയം വലുതായിരിക്കും. അതാണ് ഹൈക്കു കവിതയുടെ പ്രത്യേകത. അച്ഛൻ മരിച്ചപ്പോൾ നാഥനായി, ആ വീടിൻ്റെ നാഥനായി മാറി അച്ഛൻ മരിച്ചപ്പോൾ. എന്നാൽ അമ്മ മരിച്ചപ്പോൾ എന്തായി? അനാഥനായി മാറി. ഇതേക്ക് നെക്സ്റ്റ്, ഇസ്തിരിപ്പെട്ടി. ഗഫൂർ കരുവണ്ണൂറിൻ്റെ ഇസ്തിരിപ്പെട്ടി. വേവലാതികൾ മായ്ച്ചു കളയാൻ ഉള്ളിൽ തീയുള്ളവന് മാത്രമേ കഴിയൂ എന്ന് നീ പഠിപ്പിക്കുന്നു. ശരിയല്ലേ? അപ്പോൾ ഒരു തുണി ചുരുണ്ടിരിക്കുമ്പോൾ, ചുളുങ്ങിയിരിക്കുമ്പോൾ അതിൻ്റെ ചുളിവ് മാറ്റാനായിട്ട് ഉള്ളിൽ തീ ഉള്ള ഒരു തേപ്പൊട്ടിക്ക് മാത്രമേ, അല്ലെങ്കിൽ ഒരു ഇസ്തിരിപ്പെട്ടിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. നല്ല ചൂടുണ്ടെങ്കിൽ മാത്രമേ ആ ചുളിവുകളെ നേരെയാക്കാൻ പറ്റൂ. അപ്പോൾ ഇവിടെ ആ ചുളിവുകളെ വേവലാതികളായിട്ടും ആ ചുളിവുകൾ മായ്ക്കാൻ വേണ്ടി ഉള്ളിൽ പവറുള്ളവനെ, ഉള്ളിൽ തീയുള്ളവനെ, ഉള്ളിൽ ആ കനലുള്ളവനെ സാധിക്കൂ എന്ന് ഈ കവിത പറയുന്നു. അപ്പോൾ ഇവിടെ 2 മീനിങ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഇന്നർ മീനിങ് ഉൾപ്പെടുന്നുണ്ട്. ഒരു ചെറിയ വരിയിലൂടെ പറയുന്നെങ്കിലും അതിന് വലിയ ആശയം ഉണ്ടായിരിക്കും. അതാണ് ഹൈക്കു കവിതയുടെ പ്രത്യേകത. ഇതേക്ക് അകലായക്ക്. കുമ്മായം. സത്യചന്ദ്രൻ പൊയിൽക്കാവ് എഴുതിയ കുമ്മായം. നിനക്കറിയില്ല എത്ര വെന്തിട്ടാണ് ഈ നിറമെന്ന്. നിനക്കറിയില്ല എത്ര വെന്തിട്ടാണ് ഈ നിറം. കുമ്മായത്തിന് നല്ല വെളുത്ത നിറമാണ്. ആ വെളുത്ത നിറം വരണമെങ്കിൽ ഒരുപാട് ചൂട് സഹിച്ചിട്ട് ആ വെളുത്ത നിറം ആ കുമ്മായത്തിനുണ്ടാവും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നല്ലൊരു ജീവിതം അല്ലെങ്കിൽ നല്ലൊരു ഭാവി ഉണ്ടാകണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരിക്കണം ഈ ഒരു നിലയിൽ എത്തിയത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടാലേ നമുക്ക് ഫലം ഉണ്ടാകുമെന്ന് ഈ ഒരു ഹൈക്കു കവിത പറയുന്നു. പി സുരേന്ദ്രൻ്റെ പുഴു എന്ന് പറയുന്ന ഒരു ഹൈക്കു കവിത ദേക്കി. ഞാനിങ്ങനെ അരിച്ചരിച്ച് നീങ്ങുമ്പോൾ നിങ്ങളുടെ മുഖത്തെ പുച്ഛവും നിന്ദയും അറപ്പും വെറുപ്പുമെല്ലാം ഞാൻ കാണുന്നുണ്ട്. പക്ഷെ നോക്കിക്കോ, ഞാനൊരു ചിത്രശലഭമായി തിരിച്ചു വരും. ഇപ്പോൾ പുഴുവിനെ കാണുമ്പോൾ നമുക്ക് അറപ്പാണ്, പക്ഷേ പുഴു ഒരു ചിത്രശലഭമായിട്ട് വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര ആകർഷണമാണ്. അതുപോലെയാണ് എൻ്റെ ഇന്നത്തെ അവസ്ഥ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ മോശമായി തോന്നിയേക്കാം. എന്നാൽ ഞാനൊരിക്കൽ എൻ്റെ അവസ്ഥയെല്ലാം മാറി നല്ല രീതിയിൽ ജീവിതത്തിലേക്ക് വരും എന്ന് ഈ കവിത നമ്മളോട് പറയുന്നു. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ വരികളിലൂടെ വലിയ വലിയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഹൈക്കു കവിതകൾ. ഓക്കെ, देखिए एक बीज सारी धरती को हरा कर सकता है. ഒരു ബീജിന് മീൻസ് ഒരു വിത്തിന് സാരി ധർത്തിക്കോ ഭൂമിയെ മുഴുവൻ ഹരാക്കർ സക്താ ഹെ, പച്ചപ്പുള്ളതാക്കാൻ സാധിക്കും. ഒരു ചെറിയ വിത്ത് മതി, ആ വിത്ത് പൊട്ടി വളർന്ന് വലിയ വൃക്ഷമായി മാറാം. ആ വൃക്ഷത്തിൽ നിന്ന് വീണ്ടും വിത്തുകളുണ്ടായി വീണ്ടും ഒരുപാട് വൃക്ഷങ്ങളുണ്ടാകും. അങ്ങനെ ഭൂമിയെ മൊത്തം പച്ചപ്പുണ്ടാക്കാൻ ഒരു ചെറിയ വിത്തിന് സാധിക്കും. ഇതിൻ്റെ അർത്ഥം ഇതാണ്, ഒരു ചെറിയ കവിത മതി വലിയൊരു ആശയത്തെ ഉൾക്കൊള്ളാൻ. ജഹാം കാം ആവൈ സുയി കഹാ കരേ തരുവാരി. ജഹാം കാം ആവൈ സുയി. സുയി മീൻസ് സൂചി, തരുവാരി തൽവാർ. എവിടെയാണോ സുയിക്ക കാമാത്തെ ഹെ, സൂചിയുടെ ജോലി വരുന്നത്, വഹാം തൽവാർ സേ ക്യാ ഹോത്താ ഹെ, അവിടെ വാളുകൊണ്ട് എന്ത് ചെയ്യാനാണ്. അതായത് സൂചിയുടെ ആവശ്യം എവിടെ വരുന്നുവോ അവിടെ വാള് കൊണ്ട് വല്ലതും ചെയ്യാൻ പറ്റുമോ? നമുക്കൊരു ഷർട്ടിൻ്റെ ബട്ടൺസ് തയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? സൂചി വേണം. അവിടെ ആ വാള് കൊണ്ട് തയ്ക്കാൻ പറ്റുമോ? ഇല്ല. എന്ന് വെച്ചാൽ അർത്ഥം എന്താ? സൂചിക്ക് സൂചിയുടേതായ മഹത്വമുണ്ട് എന്നാണ് പറയുന്നത്. ചെറുതാന്ന് കരുതി ഒരിക്കലും സൂചിയെ എന്ത് ചെയ്യരുത്, നമ്മൾ അവഗണിക്കരുത്. സൂചിക്ക് സൂചിയുടേതായ മഹത്വമുണ്ട്. എല്ലാവർക്കും അവരവരുടേതായ മഹത്വമുണ്ട്.
അപ്പോൾ അതുകൊണ്ട് ഹൈക്കു എന്ന് പറയുന്നത് ഒരു ചെറിയ കവിത ആയതുകൊണ്ട് നമ്മൾ അതിനെ അവഗണിക്കരുത്. അതിന് അതിൻ്റേതായ മഹത്വമുണ്ട്, അതിൻ്റേതായ അർത്ഥമുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. സൂചിക്ക് സൂചിയുടേതായ മഹത്വമുണ്ട്, തൽവാറിന് തൽവാറിൻ്റെതായ മഹത്വമുണ്ട്, അതായത് വാളിന്. അപ്പോൾ സൂചി ചെയ്യേണ്ട ജോലി തൽവാറിന് ചെയ്യാൻ പറ്റില്ല, തൽവാർ ചെയ്യേണ്ട ജോലി സൂചിക്കും ചെയ്യാൻ പറ്റില്ല. സുയി കാ കാം സുയി ഹി ക സക്താ ഹെ. സൂചിയുടെ ജോലി സൂചിക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കൂ. ചോട്ടെ ഹോനെ സെ മഹത്വ കം നഹി ഹോത്ത. ചെറുതാണെന്ന് കരുതി ഒരിക്കലും മഹത്വം കുറയില്ല. അപ്പോൾ ഹൈക്കു കവിത ഇവിടെ ചെറുതാണ്, പക്ഷേ കവിത എന്ന് പറയുന്നതിൻ്റെ മഹത്വം ഒട്ടും കുറയുന്നില്ല എന്നാണ് ഇതിലൂടെ പറയുന്നത്. देखिए एक छोटे से बीज के भीतर एक बड़ा वृक्ष सुप्तावस्था में रहता है. ഒരു ചെറിയ വിത്തിൻ്റെ ഉള്ളിൽ एक बड़ा वृक्ष, ഒരു വലിയ വൃക്ഷം സുപ്താവസ്ഥാമേ രഹത്താ ഹെ, ഉറങ്ങിക്കിടക്കുന്നുണ്ടാവും. ശരിയല്ലേ? ഒരു ചെറിയ വിത്ത് പൊട്ടി വളർന്ന് ഒരു വലിയ വൃക്ഷമായി മാറും. അതിനെ സൂചിപ്പിക്കുകയാണ് ഇവിടെ ചെറിയ വിത്തിനകത്ത് ഉറങ്ങിക്കിടക്കുന്നുണ്ട് വലിയ വൃക്ഷം. അതുപോലെയാണ് ഹൈക്കു കവിതയിലും. ചെറിയ കവിതയാണെങ്കിലും അതിനകത്ത് വലിയൊരു ആശയം ഒളിഞ്ഞിരിപ്പുന്നുണ്ടാവും. കവിത ചോട്ടി ഹോ യാ ബഡി ഉസ്കി സംവേദന കെ അനുസാർ ഉസേ നാപനാ ചാഹിയെ. കവിത ചോട്ടി ഹോ യാ ബഡി, ചെറുതോ വലുതോ ആകട്ടെ, ഉസ്കി സംവേദന കെ അനുസാർ, അതിൻ്റെ ഫീലിംഗ് അനുസരിച്ച്, അതിൻ്റെ ആശയത്തെ അനുസരിച്ച് ഉസേ നാപനാ ചാഹിയെ, അതിനെ അളക്കണം. ജാപ്പാനി ലഘു കവിത ഹൈക്കു ആജ് ഹിന്ദി മേ ഭി ലിഖി ജാതി ഹെ. ജപ്പാനിലെ ലഘുകവിതയായ ഹൈക്കു ഇപ്പോൾ ഹിന്ദി മേ ഭി ലിഖി ജാതി ഹെ, ഹിന്ദിയിലും എഴുതപ്പെടുന്നുണ്ട്. അപ്പോൾ ഹൈക്കുക്ക് ആസ്വാദം കരയും. ഇപ്പോൾ നിങ്ങൾ കുറച്ച് ഹൈക്കു ആസ്വദിക്കൂ. മനസ്സിലായല്ലോ? അപ്പോൾ ഹൈക്കു എന്തോന്ന് മനസ്സിലായി. ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്ത് ഉടലെടുത്ത, അവരുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഉടലെടുത്ത ഒരു കവിതാരൂപമാണ് ഹൈക്കു. അത് ഇപ്പോൾ ജപ്പാനിൽ മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലും ഹൈക്കു കവിതകൾ, ഹൈക്കുവിൻ്റെ രൂപത്തിലുള്ള കവിതകൾ എഴുതപ്പെടുന്നുണ്ട്. അപ്പോൾ ഹിന്ദിയിലും ഹൈക്കു കവിത എഴുതപ്പെടുന്നുണ്ട്. നമ്മളുടെ ഹിന്ദി കവിതയിലെ, അല്ലെ ഹിന്ദിയിലെ ഹൈക്കു കവിതയിലെ പ്രത്യേകത 3 വരിയാണ്. ആദ്യത്തെ വരിയിൽ 5 അക്ഷരം, രണ്ടാമത്തെ വരിയിൽ 7 അക്ഷരം, മൂന്നാമത്തെ വരിയിൽ വീണ്ടും 5 അക്ഷരം, മൊത്തം 17 അക്ഷരങ്ങൾ അടങ്ങിയ ചെറിയ കവിതകളാണ് ഹിന്ദിയിലെ ഹൈക്കു കവിതകൾ. ഇതൊക്കെ നമുക്ക് 6 ഹൈക്കു കവിതകളാണ് പഠിക്കാനുള്ളത്. നമുക്ക് ഹൈക്കു കവിതകൾ 6 എണ്ണമാണ് പഠിക്കാനുള്ളത്. ഡോക്ടർ ഭഗവത ശരൺ അഗ്രവാൾ എഴുതിയ 6 ഹൈക്കു കവിതകൾ പഠിക്കാനുണ്ട്. ഈ 6 ഹൈക്കു കവിതയും പഠിച്ചു വച്ചിരിക്കണം. പരീക്ഷയ്ക്ക് ഒരു ഹൈക്കു കവിത ഉറപ്പായിട്ടും ചോദിക്കും. അതിൻ്റെ ആശയം എഴുതാനായിരിക്കും ചോദിക്കുന്നത്. സിമ്പിളാണ്. ഞാൻ 6 ഒന്ന് വായിക്കാം. നഭ ഗുഞ്ചാത്തി നീഡ് ഗിരേ ശിശു പൈ മണ്ടരാത്തി മാം. സെക്കൻഡ് വൺ, ഭാദോം സരസേ പർ വിരഹിണി കാ സൂക്ക ആംഗൻ. നെക്സ്റ്റ്, മാൻ ന മാൻ മൈൻ തേരാ മേഹമാൻ ബനെ ബുട്ടാപ്പ. धन्य है वर्षा खेतों में कविताएं बोते किसान. जब भी कोई फूल खिला बाग में तू याद आया. जिन्हें न होता दर्द का एहसास आंसू ओस है. ओके, देखिए पहला हाइकू कविता. नभ गुंजाती नीड गिरे शिशु पाई मंडराती माँ. क्या है नभ? ആകാശ്, ആകാശം. ഗുഞ്ചാന, അതായത് കോപിക്കുക എന്നൊക്കെ അർത്ഥം, അല്ലെങ്കിൽ മുഴങ്ങുക എന്നർത്ഥമുണ്ട്. മുഴങ്ങുക. ആകാശത്ത് മുഴങ്ങുന്നത് എന്താണ്? ഇടി, മിന്നലും ഇടിയുമൊക്കെ ഉണ്ടല്ലോ. നീഡ്, നീഡ് എന്ന് പറഞ്ഞാൽ കോസല, കൂട്, പക്ഷിക്കൂടിനാണ് നീഡ്. ഗിരേ എന്ന് പറഞ്ഞാൽ വീഴുക, ഗിർണ. ശിശു പൈ, ശിശു എന്ന് പറഞ്ഞാൽ എന്താ? കുഞ്ഞ്. മണ്ടരാത്തി മാം, മാം മണ്ടരാത്തി ഹെ, മണ്ടറാന ചുറ്റിക്കറങ്ങുക. വാക്കുകൾ കിട്ടിയല്ലോ. അപ്പൊ നഭ ഗുഞ്ചാത്തി നീഡ് ഗിരേ ശിശു പൈ മണ്ടരാത്തി മാം. അതായത് ആകാശം ഗുഞ്ചാത്തി മുഴങ്ങുന്നു, നീഡ് ഗിരേ, നീഡ് എന്ന് പറഞ്ഞാൽ കൂട്, പക്ഷിക്കൂട്, ഗിരേ താഴെ വീഴുന്നു, ശിശു പൈ ശിശു സഹിത്, അതായത് കുഞ്ഞുൾപ്പെടെ, മണ്ടരാത്തി മാം അമ്മ, മണ്ടരാത്തി ഹേ മണ്ടരാന എന്ന് പറഞ്ഞാൽ ചുറ്റിക്കറങ്ങുന്നു. അപ്പോൾ ഈ 3 വരികളിലൂടെ പറയുന്നത് എന്താണ്? നഭ് ഗുഞ്ചാത്തി ഹേ, ആകാശം മുഴങ്ങുന്നു. അതായത് വളരെ
വലിയ പ്രകൃതിക്ഷോഭങ്ങൾ വരുമ്പോൾ, മഴയും കാറ്റും മിന്നലും ഇടിയും ഒക്കെ വെട്ടുന്ന സമയത്ത് വലിയ വൃക്ഷങ്ങളുടെ മുകളിലൊക്കെ പക്ഷിക്കൂടുകൾ കാണും. അപ്പോൾ ഈ സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്യാം, പക്ഷിക്കൂട് കാറ്റൊക്കെ അടിച്ച് താഴെ വീഴാം, മരത്തിൽ നിന്നും താഴെ വീഴാം. അങ്ങനെ വീഴുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് എന്തും കാണും, ആ പക്ഷികളുടെ കുഞ്ഞുങ്ങളും കാണും. ഈ അമ്മ ആ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് പോകില്ല. ഇത്രയും പ്രകൃതിക്ഷോഭം നടക്കുന്ന, ഇത്രയും പ്രശ്നമുള്ള ആ ഒരു സിറ്റുവേഷനിലും ആ കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട് അമ്മ അവിടെ തന്നെ കറങ്ങുന്നുണ്ടാകും, അന്വേഷിച്ച് അവിടെ തന്നെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. देखिए, प्रकृति के प्रकोपों के कारण कभी पेड़ों से नीड नीचे गिरते हैं. പ്രകൃതിയുടെ പ്രകോപനങ്ങൾ കാരണം, അല്ലെങ്കിൽ പ്രകൃതിയുടെ ഈ മിന്നൽ, കാറ്റ് ഇതുപോലുള്ള അവസ്ഥകൾ കാരണം കഭി പലപ്പോഴും പേടോംസേ മരങ്ങളിൽ നിന്നും നീട് നീച്ചേ ഗിർത്തേ ഹേ പക്ഷിക്കൂട് താഴേക്ക് വീഴാറുണ്ട്. പരന്തു നീച്ചേ ഗിരേ ബച്ചോങ്കോ ചോടുക്കർ, എന്നാൽ നീച്ചേ ഗിരേ ബച്ചോങ്കോ ചോടുക്കർ, താഴെ വീണ കുട്ടികളെ ഉപേക്ഷിച്ചിട്ട് ഉൻകി മാ ഭാഗ് നഹീം ജാത്തി, അവിടെ അമ്മ പറന്നു പോകുന്നില്ല. അപ്പോൾ കൂടിനൊപ്പം താഴെ വീണ പക്ഷിക്കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചിട്ട് അമ്മ തൻ്റെ ജീവനും കൊണ്ട് പോകുന്നില്ല. അമ്മ എന്ത് ചെയ്യുന്നു, അവരെ നോക്കി അവർക്ക് വേണ്ടി അവിടെ ചുറ്റിക്കറങ്ങി നിൽക്കത്തതേ ഉള്ളൂ. മാംകി മമത അതുലനീയ ഹേ, അമ്മയുടെ സ്നേഹം അതുല്യമാണ്. ജിത്തനെ ഹി ബഡി വിപത്തി പടേ മാം അപ്പനെ ബച്ചേക്കോ ചോടുകർ നഹീം ജായക, അത് എത്ര ആപത്ത് വന്നാലും അമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് പോകില്ല. മാംകാ പ്യാർ ഇത്തന ബഡാ ഹേ അവർ ഗഹരാ ഹേ, അത്രയ്ക്ക് സ്നേഹമാണ് അമ്മയുടേതല്ല, അത്രയ്ക്ക് ആഴമുള്ളതാണ് അമ്മയുടെ സ്നേഹം. അവർ ഗഹര ഹേ, ഗഹര എന്ന് പറഞ്ഞാൽ ആഴമുള്ളത്, ബഡ എന്ന് പറഞ്ഞാൽ വലുത്. സാമാജിക സച്ചായിക്കോ യഹാം ദിഖായ ഗയാ ഹേ, സാമൂഹികമായ ഒരു സത്യാവസ്ഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഹൈക്കു കവിതയിൽ പറഞ്ഞിരിക്കുന്നത്, വലിയൊരു മരത്തിൽ നിന്നും കൂട് താഴെ വീണിട്ട് കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് ആ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് അമ്മ സ്വന്തം ജീവൻ രക്ഷിച്ചുകൊണ്ട് പറന്നു പോകുന്നില്ല, ആ കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട് അമ്മ അവിടെ തന്നെ ഉണ്ട് എന്നാണ്. അപ്പോൾ അമ്മയുടെ സ്നേഹത്തെക്കുറിച്ചാണ് ഈ 3 വരിയിലൂടെ, ഈ ചെറിയ കവിതയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. अब देखिए दूसरा, भादों सरसे पर विरहिणी का सूखा आंगन. भादों सरसे पर വിരഹിണി കാ സൂക്ക ആംഗൻ. ഭാദ് എന്ന് പറഞ്ഞാൽ ഭാദ്രപദ് എന്ന് പറയുന്നൊരു മാസമാണ്. ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ സമയത്തുണ്ടാകുന്ന മാസത്തിൻ്റെ പേരാണ് ഭാദ്രപദ്. നമ്മൾ മലയാളത്തിൽ കന്നിമാസം എന്നൊക്കെ പറയും. സരസെ എന്ന് പറഞ്ഞാൽ ശോഭിക്കുക, സന്തോഷിക്കുക എന്നൊക്കെ അർത്ഥം. पर വിരഹിണി കാ സൂക്ക ആംഗൻ, വിരഹിണി എന്ന് പറഞ്ഞാൽ വിരഹം കൊണ്ട് ബുദ്ധിമുട്ടുന്ന, അല്ലെങ്കിൽ കാമുകനെയോ ഭർത്താവിനെയോ പിരിഞ്ഞിരിക്കുന്ന, അതാണ് വിരഹിണി. ആ വിരഹിണിയുടെ ആംഗൻ എന്ന് പറഞ്ഞാൽ മുറ്റം അല്ല, ഇവിടെ മനസ്സെന്നർത്ഥം. സൂക്ക എന്ന് പറഞ്ഞാൽ ഉണങ്ങിയത്. അതായത് ഭാദോം സരസേം, ഭാദമാസം അല്ലെ ഭാദ്രപദ മാസം സന്തോഷത്തിൻ്റെതാണ്, ശോഭിക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരുപാട് സന്തോഷത്തിൻ്റെതാണ് ആ മാസം. എന്നിരുന്നാലും വിരഹിണീക്ക സൂക്ക ആംഗൻ ഹേ, വിരഹിണീക്ക മൻ സൂക്ക ഹേ, വിരഹിണിയുടെ മനസ്സ് എപ്പോഴും ഉണങ്ങിയിരിക്കും, ദുഃഖിതയായിരിക്കും. അപ്പോൾ എത്ര നല്ല സിറ്റുവേഷൻ വന്നാലും വിരഹം കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എപ്പോഴും ദുഃഖം തന്നെയായിരിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഭാദ മാസം എന്ന് പറയുന്നത് വളരെ സന്തോഷം തരുന്ന, വളരെ ഉന്മേഷം തരുന്ന ഒരു മാസമാണ്. പക്ഷേ ആ മാസത്തിൽ പോലും വിരഹിണിയുടെ മനസ്സ് എപ്പോഴും എന്തായിരിക്കും, ദുഃഖമായിരിക്കും. देखिए, വിരഹിണി की जीवन गाथा ആഹോം അവർ പീഡാവും കീ ഹെ. വിരഹിണിയുടെ ജീവിതം എന്ന് പറയുന്നത് സങ്കടത്തിൻ്റെയും വേദനകളുടേതുമാണ്. പതി കെ ദൂർ ഹോനെ സെ സുഖഭരേ മൗസമോ മേം ഭി, ഭർത്താവ് ദൂരെ ആയത് കാരണം സുഖഭരേ മൗസമോ മേം ഭി, സന്തോഷം നിറഞ്ഞ മാസങ്ങളിൽ പോലും ഉസ്കാ മൻ ഹമേശ സൂക്കാരൂക്ക രഹതാ ഹെ, അവളുടെ മനസ്സ് എല്ലായ്പ്പോഴും ഉണങ്ങി വരേണ്ടതായിരിക്കും. അതായത് എത്ര സന്തോഷമുള്ള ഒരു സിറ്റുവേഷൻ ആയാൽ പോലും ഭർത്താവ് അകന്നു കഴിയുന്നത് കൊണ്ട്, അല്ലെങ്കിൽ തൻ്റെ പതി ഇല്ലാത്തത് കൊണ്ട് എപ്പോഴും ദുഃഖിതയായിരിക്കും ഭാര്യ എന്നാണ് ഈ കവിതയിലൂടെ സൂചിപ്പിക്കുന്നത്. ഹമാരെ ജീവൻ മേ പ്രിയജന ഹോത്തേ തോ ജീവൻ ദുഃഖപൂർണ്ണ ഹോ ജാത്തെ ഹെ. നമ്മളുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ട ആളുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതം എന്തായിരിക്കും,
ദുഃഖപൂർണ്ണമായിരിക്കും. मौसम कितने ही अच्छा हो, जितने ही सुख सुविधाओं हो, लेकिन हम अकेले हैं तो सुख नहीं मिलेगा. മാസം ഈ വരുന്ന മാസം എത്ര നല്ലതാണെങ്കിലും എത്ര സുഖ സൗകര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് ആ സന്തോഷമൊന്നും നമുക്ക് കിട്ടില്ല. വിരഹ കി വ്യത ഹമേശ ദുഃഖ ഹി ദേഗാം. വിരഹത്തിൻ്റെ ദുഃഖം നമുക്ക് എപ്പോഴും എന്ത് തന്നെ തരത്തുള്ളൂ, ദുഃഖം തന്നെ തരൂ എന്ന് ഈ ചെറിയ ഹൈക്കു കവിത നമ്മളോട് പറയുന്നു. देखिए नेक्स्ट, मान न मान मैं तेरा मेहमान बने ബുട്ടാപ്പ. മാൻ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുക എന്നൊക്കെയാണ് അർത്ഥം. മാൻ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുക. ന മാൻ എന്ന് പറഞ്ഞാൽ നഹീം മാൻ അതായത് അംഗീകരിക്കില്ല എന്നർത്ഥം. തേരാ മെഹമാൻ അതിഥി. ബനെ ബുട്ടാപ്പ എന്ന് പറഞ്ഞാൽ വാർദ്ധക്യം. മാൻ ന മാനിച്ചാലും ഇല്ലെങ്കിലും അംഗീകരിച്ചാലും ഇല്ലെങ്കിലും മൈ തേരാ മേഹമാൻ ഹേ, ഞാൻ നിന്റെ അതിഥിയാണ്. ബനെ ബുട്ടാപ്പ, ഞാൻ ആരാ? ബനെ ബുട്ടാപ്പ എന്ന് പറഞ്ഞാൽ എന്താ? വാർദ്ധക്യം. അപ്പം ഞാൻ നിന്റെ അതിഥിയാണ്. ആ വാർദ്ധക്യം ഞാൻ നിന്റെ ജീവിതത്തിൽ എന്തായാലും വരും, നീ എന്നെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും. അതായത് നമ്മൾക്ക് വാർദ്ധക്യം എന്ന് പറയുന്നത് ആരും തന്നെ ഇഷ്ടപ്പെടാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ അത് നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും മൈം തേരാ മേഹമാൻ ഹേ, ഞാൻ നിന്റെ അതിഥിയാണ്, ഞാൻ എന്തായാലും ഒരിക്കൽ വരും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ബുട്ടാപ്പ എന്ന് പറഞ്ഞാൽ വാർദ്ധക്യം. നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് സ്റ്റേജിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. അതിൽ ഒന്നാണ് വാർദ്ധക്യം. ഒന്ന് സ്ഥായിയല്ല. നമ്മളുടെ കുട്ടിക്കാലം കഴിഞ്ഞു, കൗമാരം കഴിഞ്ഞു, യൗവനം കഴിഞ്ഞു, പിന്നെ വാർദ്ധക്യത്തിലേക്ക് കിടക്കും. അപ്പോൾ ഇങ്ങനെ പോകുന്നതിൽ ഒന്നാണ് വാർദ്ധക്യം. പക്ഷെ ആരും അത് അംഗീകരിക്കാറില്ല. അപ്പോൾ പറയുകയാണ്, നിങ്ങൾ അംഗീകരിച്ചാൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാകും? ഒരിക്കൽ വാർദ്ധക്യം ഉണ്ടാകും. ഹർ വ്യക്തി ബുട്ടാപ്പേക്കോ അപ്പന ദുശ്മൻ മാൻതാ ഹെ. എല്ലാ വ്യക്തികളും ബുട്ടാപ്പേക്കോ അതായത് വാർദ്ധക്യത്തെ അപ്പന ദുശ്മൻ മാൻതേ ഹെ, തൻ്റെ ശത്രുവായിട്ടാണ് കരുതുന്നത്. പരന്തു പരിവർത്തൻ പ്രകൃതി കാ നിയമ ഹെ, എന്നാൽ മാറ്റം എന്ന് പറയുന്നത് പ്രകൃതി നിയമമാണ്. ഹർ ഏക് കോ ഉസേ സ്വീകരണ പടേക, എല്ലാവർക്കും അത് സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ മാറ്റം പ്രകൃതി നിയമമായതുകൊണ്ട് എല്ലാവർക്കും എന്തിനെ സ്വീകരിക്കേണ്ടി വരും? വാർദ്ധക്യത്തെ സ്വീകരിക്കേണ്ടി വരും. സോ അതിനെ നമ്മൾ ശത്രുവായിട്ട് കാണരുത് എന്ന് ഈ കവിത നമ്മളോട് പറയുന്നു. अब देखिए नेक्स्ट वन, धन्य है वर्षा खेतों में कविताएं बोते किसान. ധന്യ ഹേ, ധന്യ എന്ന് പറഞ്ഞാൽ എന്താ? സന്തോഷം, സന്തോഷവാനാണ്. വർഷ എന്ന് പറഞ്ഞാൽ എന്താണ്? വർഷാ ഋതു. അപ്പോൾ വർഷാ ഋതു ധന്യനാണ്. കേത്തോമേ, കേത്ത് എന്ന് പറഞ്ഞാൽ വയൽ. കവിതായേം ബോത്തെ, കവിത അർത്ഥം യഥാർത്ഥത്തിൽ കവിതയാണെങ്കിലും ഇവിടെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഫസലാണ്, വിളവാണ്, അല്ലെങ്കിൽ വിത്താണ്. ബോന വിതയ്ക്കുക. കിസാൻ എന്ന് പറഞ്ഞാൽ കിസാൻ തന്നെയാണ്. അപ്പോൾ വർഷ എന്ന് പറഞ്ഞാൽ വർഷകാലം, മഴക്കാലം. ധന്യഹേ, ധന്യനാണ്. കേത്തോമേയും കവിതായും ബോത്തെ കിസാൻ കെ കാരൻ, വയലുകളിൽ കവിത രചിക്കുന്ന എന്ന് വെച്ചാൽ എന്താ? വയലുകളിൽ കവിത വിതറുന്ന അല്ലെങ്കിൽ വിത്ത് വിതറുന്ന, കൃഷി ചെയ്യുന്ന കിസാൻ ഉള്ളത് കൊണ്ട് വർഷകാലം വളരെ ധന്യനാണ്. അപ്പോൾ കൃഷിയും മഴയും ഒക്കെ ആയിട്ട് വളരെ ബന്ധമാണുള്ളത്, പ്രകൃതിയും ആയിട്ട് വളരെ ബന്ധമാണുള്ളത്. ആ ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ കർഷകൻ്റെ മഹത്വത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ ഒരു കവിത. അതായത് കർഷകൻ കൃഷി ചെയ്യുന്നത് കൊണ്ട് പ്രകൃതിക്ക് വളരെ സന്തോഷകരമാണ്, വർഷകാലത്തിന് വളരെ സന്തോഷമായിരിക്കുന്നു, അതിനെ ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ കൃഷിയും മഴക്കാലവും അല്ലെങ്കിൽ മഴയൊക്കെ ആയിട്ട് വളരെയധികം ബന്ധമുണ്ട്, കർഷകന് വളരെ മഹത്വമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ കവിത. ഇപ്പം ധന്യഹേ വർഷ കേത്തോമേയും കവിതായും ബോത്തെ കിസാൻ, അതായത് വർഷകാലം വളരെ സന്തോഷവാനാണ്. ക്യോങ്കി കേത്തോമേയും കവിതായും ബോത്തെ കിസാൻ കെ കാരൻ, അതായത് വയലുകളിൽ കവിത വിതയ്ക്കുന്ന കർഷകൻ കാരണം. കവിത വിതയ്ക്കുക എന്ന് പറഞ്ഞാൽ വിത്ത് വിതയ്ക്കുന്ന അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന, വിളവ് വിളയിക്കുന്ന കർഷകൻ കാരണം വർഷകാലം വളരെ ധന്യനാണ്. വർഷ ജീവൻ ദാതാഹേ, മഴ എന്ന് പറയുന്നത് നമ്മളുടെ ജീവൻ ദാതാവാണ്. തൻ തോട് മേഹനത്ത് കർക്കെ കേത്തോമേയും നയേ ജീവൻ കി കവിതായും കിലാനെ. തൻ തോട് എന്ന് പറയുന്നത് എല്ലുമുറിയെ പണിയെടുക്കുക നമ്മൾ പറയത്തില്ല, അതാണ്. അപ്പോൾ എല്ലുമുറിയെ പണിയെടുത്ത് പരിശ്രമിച്ച്
കേത്തോ മേ നയേ ജീവൻ കി കവിതായും ഖിലാനെ, വയലുകളിലെ പുതിയ ജീവിതത്തിൻ്റെ കവിതകൾ വിരിയിക്കുന്ന എന്ന് വെച്ചാൽ കൃഷി ചെയ്യുന്ന, യ ബോനേവാല എന്ന് പറയുന്നുണ്ട്, വിതയ്ക്കുന്ന, കിസാൻ കെ കാരൻ, കിസാൻ കാരണം, വഹ് ധന്യ ഹോ ജാതി ഹേ, അവൻ ധന്യനാണ്. മനസ്സിലായോ? അപ്പോൾ കിസാൻ കൃഷി ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ പ്രകൃതിയിൽ കൃഷി ചെയ്യുന്നത് കൊണ്ട് വർഷകാലം ധന്യനായിരിക്കുന്നു. പ്രകൃതിക്ക് കാരണം ഹമാര ജീവൻ സമ്പന്ന ഹോ രഹാ ഹെ, പ്രകൃതി കാരണമാണ് നമ്മളുടെ ജീവിതം സമ്പന്നമാകുന്നത്. ശരിയല്ലേ? നല്ല വായു, നല്ല ജലം, മണ്ണ് എല്ലാം പ്രകൃതിയിൽ നിന്നുള്ളതാണ്. പ്രകൃതി और मानव के रिश्ता या दोनों के बीच की रिश्ता इतना अटूट है. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് വളരെയധികം പൊട്ടിക്കാനാകാത്ത അത്രയ്ക്ക് ആഴത്തിലുള്ളതാണ്. കിസാൻ ലോഗ് തൻ തോട് മെഹനത്ത് കർക്കെ ദൂസരോं के लिए भोजन तैयार करते हैं. കർഷകർ എന്ന് പറഞ്ഞാൽ വളരെ എല്ലുമുറിയെ പണിയെടുത്ത് ഒരുപാട് പരിശ്രമിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി അന്നം ഉണ്ടാക്കുന്നവരാണ്. ജീവൻ കോ കായം രഖനെ के लिए पानी और भोजन अनिवार्य है. ജീവിതത്തിൽ നമ്മൾ നന്നായിട്ട് ജീവിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പാനി അവർ ഭോജനം അനിവാര്യ, വെള്ളവും ഭക്ഷണമൊക്കെ അനിവാര്യമാണ്. അപ്പോൾ ഇത് ഉൽപ്പാദിപ്പിക്കുന്ന കർഷകൻ എപ്പോഴും മഹത്വമുള്ളവനാണ് എന്ന് ഈ കവിത നമ്മളെ സൂചിപ്പിക്കുന്നു, നമ്മളോട് പറയുന്നു. देखिए नेक्स्ट, जब भी कोई फूल खिला बाग में तू याद आया. ജബ് എന്ന് പറഞ്ഞാൽ എപ്പോൾ, കോയി ഫൂൽ കില ഏതെങ്കിലും ഒരു ഫൂൽ പൂവ്, കില എന്ന് പറഞ്ഞാൽ വിടരുക, വിടരുമ്പോൾ, ഭാഗം എന്ന് പറഞ്ഞാൽ ബഗീച്ച പൂന്തോട്ടം, തൂ യാദായ നിന്നെ ഓർമ്മ വരുന്നു. അതായത് ജബ് ഭീ കോയി ഫൂൽ കില ഭാഗമേ, പൂന്തോട്ടത്തിൽ എപ്പോഴാണോ ഏതെങ്കിലും ഒരു പൂവ് വിടരുന്നത്, തൂ യാദായ നിന്നെ എനിക്ക് ഓർമ്മ വരുന്നു. അതായത് കാമുകന് കാമുകിയുടെ ഓർമ്മകൾ അതൊരു പൂ വിടരുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ഒരു പൂന്തോട്ടം കാണുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ തനിക്ക് തൻ്റെ കാമുകി അല്ലെ കാമുകനെ ഓർമ്മ വരുന്നു എന്നാണ് പറയുന്നത്. देखिए, പ്രേമ കഭി നഹി മുർച്ചാത്ത ഹേ, പ്രണയം ഒരിക്കലും എന്ത് ചെയ്യില്ല, വാടിപ്പോകില്ല. പ്രേമി പ്രേമികാക്കെ ദിൽ മേ ഹമേശ യാദേ ഹരാ രഹത്തി ഹേ, അതായത് കാമുകൻ്റെയും കാമുകിയുടെയും ദിൽമേ മനസ്സിൽ ഹമേശ എല്ലായ്പ്പോഴും യാതയും ഓർമ്മകൾ ഹരാ രഹത്തി ഹേ പച്ച പിടിച്ച് നിൽക്കും. അപ്പോൾ കാമുകൻ്റെയും കാമുകിയുടെയും മനസ്സിൽ അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഓർമ്മകൾ എപ്പോഴും ഉണ്ടാകും. അത് ഏതെങ്കിലുമൊക്കെ ചില സിറ്റുവേഷനുകളിൽ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരും. അന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ കവിത. അതായത് പൂന്തോട്ടത്തിൽ ഒരു പൂ വിടരുമ്പോഴായിരിക്കാം ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്, ആ ഓർമ്മകൾ ഉണ്ടാവുക. പ്രേമി പ്രേമികാക്ക് ദിലേക്ക് ദൂസരേക്ക് ഇന്തസാർ മേ ഹെ, അല്ലേ? കാമുകൻ കാമുകി അല്ലെങ്കിൽ അവരുടെ മനസ്സെന്ന് പറഞ്ഞാൽ ഒരാൾ മറ്റൊരാളെ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സാണ്. ഹർ വസ്തുമേക്ക് ദൂസരേക്ക് യാദാത്തി ഹെ, ഓരോ വസ്തുവിലും മറ്റൊന്നിൻ്റെ ഓർമ്മകളുണ്ടാകും. ക്യോങ്കി പ്രേമ കഭി ഭി മുർച്ചാത്ത നഹി, ഒരിക്കലും എന്ത് ചെയ്യില്ല, പ്രണയം വാടത്തില്ല. അപ്പോൾ ഏക്ക് ദൂസരേ സെ അലഗ് ഹോനെ പർ ഭി വഹ ഏക്ക് ദൂസരേ സെ അലഗ് നഹി ഹെ, അതായത് ഒരാൾ മറ്റൊരാളിൽ നിന്ന് അകന്നിരുന്നാലും പക്ഷെ അവരുടെ മനസ്സൊരിക്കലും അകന്നിരിക്കുന്നില്ല. പ്രേമ കി ശക്തി കോ യഹാം ദിക്കാത്തെ ഹേ, പ്രണയത്തിൻ്റെ ശക്തിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, देखिए नेक्स्ट, जिन्हें न होता दर्द का एहसास आंसू ओस है. ജിനേം ന ഹോത്ത, ന എന്ന് പറഞ്ഞാൽ നഹീം, ദർദ് എന്ന് പറഞ്ഞാൽ വേദന, ഹസാസ് അനുഭവം, ആസു കണ്ണുനീര്, ഓസ് മഞ്ഞ് കണം. ജിനെ ഇന്ന ഹോത്ത, ആർക്കാണോ ദർദ് കാ ഹസാസ് ന ഹോത്ത ഹേ, ആർക്കാണോ വേദനയുടെ അനുഭവം ഉണ്ടാകാത്തത്, ആസു ഓസ്, അവനെ സംബന്ധിച്ച് കണ്ണുനീരെന്ന് പറയുന്നത് മഞ്ഞ് കണം പോലെ വളരെ വിലയില്ലാത്തതാണ്. അപ്പോൾ ആർക്കാണോ ദുഃഖം ഉണ്ടായിട്ടുള്ളത് അവനേ ദുഃഖത്തിൻ്റെ വില അറിയൂ. അപ്പോൾ ജിനേം ദർദ് കാ ഹസാസ് ന ഹോത്ത ഹെ, ആർക്കാണോ വേദനയുടെ അനുഭവം ഉണ്ടാകാത്തത്, ഉസസെ സംബന്ധിത് ആസു ഓസ് ഹെ, അവനെ സംബന്ധിച്ച് കണ്ണുനീരെന്ന് പറയുന്നത് മഞ്ഞുകണം പോലെയാണ്. അർത്ഥം ഇതാണ്, ദുഃഖത്തിൻ്റെ വില അറിയാത്ത, ദുഃഖം എന്താണെന്നറിയാത്ത ഒരുവന് മറ്റുള്ളവരുടെ ദുഃഖം കാണുമ്പോൾ അതിൻ്റെ വില എന്താണെന്ന് അറിയില്ല, അതിൻ്റെ ദുഃഖം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകില്ല എന്നാണ് പറയുന്നത്. വേദന മൻകോ പവിത്ര ബനാത്തി ഹെ, വേദന എന്ന് പറഞ്ഞാൽ മനസ്സിനെ പവിത്രമാക്കും. വേദനാക്കെ കാരൻ ഖുഷി അവർ പ്യാർ കാ മഹത്വ ബന്ധാ ഹെ, വേദന കാരണം സന്തോഷവും സ്നേഹത്തിൻ്റെ മഹത്വവും ഒക്കെ നമുക്കറിയാൻ പറ്റും. ജോ ഇസേ പഹചാന്താ നഹി, ആരാണോ ഇത് മനസ്സിലാക്കാത്തത്, ഉസ്കെ സാമനെ അവൻ്റെ മുന്നിൽ ആസൂക്ക കോയി മൂലി നഹി ഹോത്ത, കണ്ണുനീരിന് ഒരു വിലയും ഉണ്ടാകില്ല.
മനസ്സിലായോ? വേദന മനസ്സിനെ പവിത്രമാക്കുന്നു. വേദന കാരണമാണ് നമുക്ക് സന്തോഷവും സ്നേഹത്തിൻ്റെയൊക്കെ മഹത്വം ഉണ്ടാകുന്നത് അല്ലേ? ദുഃഖം ഉള്ളതുകൊണ്ടാണ് സന്തോഷത്തിന് അത്രയ്ക്ക് വില ഉണ്ടാകുന്നത് നമുക്ക്. അപ്പോൾ ആരാണോ ജോ ഇസേ പാച്ചാന്ത നഹീം, ആരാണോ ഈ വേദന മനസ്സിലാക്കാത്തത്, ഉസ്കെ സാമനെ ആസുക്ക കോയി മൂല്യ നഹി ഹോത്ത, അവൻ്റെ മുന്നിൽ കണ്ണുനീരിനൊരു വിലയും ഉണ്ടാകില്ല. അപ്പോൾ ഇതാണ് ഹൈക്കു കവിതകൾ. 6 ഹൈക്കു കവിതകൾ. വളരെ ചെറുതും 3 വരിയിലുള്ള ഈ ഹൈക്കു കവിതകളുടെ ആശയം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ടൊന്ന് പഠിച്ചു വച്ചിരിക്കണം. ഓരോ ഹൈക്കു കവിതയുടെയും ആശയം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ഒരു ഹൈക്കു കവിത തന്നിട്ട് അതിൻ്റെ ആശയം എഴുതാൻ ചോദിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ളതാണ്. ഒന്നാമത്തെ ഹൈക്കു കവിതകൾ നമ്മൾ പറഞ്ഞത്, പക്ഷിക്കൂട് പ്രകൃതിക്ഷോഭത്തിൽ മരത്തിൽ നിന്ന് താഴെ വീണാലും ആ പക്ഷി കുഞ്ഞുങ്ങൾ അതിനകത്തുള്ളത് കൊണ്ട് തൻ്റെ സ്വന്തം ജീവൻ രക്ഷിച്ചുകൊണ്ട് ആ അമ്മ പക്ഷി ഓടിപ്പോകുന്നില്ല, അതിൻ്റെ ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇവിടെ അമ്മയുടെ സ്നേഹത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ, ഭാദ്രപദ മാസം അല്ലെങ്കിൽ വളരെ സന്തോഷം തരുന്ന മാസം വന്നാലും വിരഹിണിയുടെ മനസ്സെപ്പോഴും ദുഃഖം ഉള്ളതായിരിക്കും. അപ്പോൾ എത്ര സന്തോഷമുള്ള സിറ്റുവേഷൻ ഉണ്ടായാലും വിരഹം അല്ലെങ്കിൽ പതി അടുത്തില്ലാത്ത ഒരാൾക്ക് എപ്പോഴും എന്തായിരിക്കും? ദുഃഖം ആയിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും വാർദ്ധക്യം എന്ന് പറയുന്നത് അതിഥിയായിട്ട് നിൻ്റെ മുന്നിൽ ഉറപ്പായിട്ടും വരും. എന്ന് വെച്ചാൽ അർത്ഥം, നമ്മളുടെ ജീവിതത്തിലെ ഒരു സ്റ്റേജാണ് വാർദ്ധക്യം എന്നുള്ളത്. അത് നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ അത് ഉണ്ടാകും എന്ന് പറയുകയാണ്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ എന്ന് മൂന്നാമത്തെ ഹൈക്കു പറയുന്നു. പിന്നെ കൃഷിക്കാരൻ്റെ ആ പ്രവൃത്തി ഉള്ളതുകൊണ്ട് വർഷകാലം ധന്യമായിരിക്കുന്നു. കാരണം ആ വർഷകാലത്തെ അല്ല, ആ മഴയെ കൃഷിക്കാരന് വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി അന്നം ഉണ്ടാക്കുകയും ചെയ്യുന്നതുകൊണ്ട് ആ വർഷകാലം ധന്യമാകും, സന്തോഷവാനായിരിക്കും എന്ന് പറയുന്നു. ഇവിടെ കൃഷിയെയും കൃഷിയുടെ മഹത്വത്തെയും കർഷകൻ്റെ മഹത്വത്തെയാണ് ഈ ഹൈക്കു കവിതയിലൂടെ നമ്മളോട് പറയുന്നത്. അഞ്ചാമത്തെ ഹൈക്കു കവിത എന്താ? ജബ് ഭി കോയി ഫൂൽ കിലാ ബാഗമേ തൂ യാദായ, എപ്പോഴെങ്കിലും ഒരു പൂന്തോട്ടത്തിൽ ഒരു പൂ വിരിയുമ്പോൾ നിന്നെക്കുറിച്ച് എനിക്ക് ഓർമ്മ വരും. കാമുകനും കാമുകിക്കും പരസ്പരം എപ്പോഴും അവരുടെ നല്ല കാല ഓർമ്മകൾ എപ്പോഴും മനസ്സിലുണ്ടാകും. എന്തെങ്കിലും ഒരു സിറ്റുവേഷനിലായിരിക്കാം അത് ഉണർന്നു വരുന്നതെന്ന് പറയുന്നു. ലാസ്റ്റ് വൺ, ജിനേൻ്റെ ഹോത്ത ദർദ് കാസ ആസു ഓസ് ഹേ, ആർക്കാണോ വേദനയുടെ അനുഭവം ഇല്ലാത്തത് അവന് കണ്ണുനീരെന്ന് പറഞ്ഞു വരും, മഞ്ഞുതുള്ളിയെ പോലെയായിരിക്കും. അവന് മറ്റുള്ളവരുടെ ദുഃഖം എന്തെന്നറിയില്ല, അത് മനസ്സിലാക്കാനുള്ള കഴിവും ഉണ്ടാകില്ല എന്ന് പറയും. അപ്പോൾ ഇതുപോലെയുള്ള 6 ഹൈക്കു കവിതയിലൂടെ വലിയ വലിയ ആശയങ്ങളാണ് കവിയുടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഹൈക്കു കവിതയുടെ ഒരു പ്രത്യേകതയും ഒരു ശക്തിയും. ചെറിയ വരികളാണെങ്കിലും ആശയം വളരെ വലുതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഹൈക്കു കവിത. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഇനിയുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ओके, अगली कक्षा में हम फिर मिलेंगे। अलविदा।